ഹലോ, വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റൊരു ഉള്ളിക്കറി മാത്രം മതി. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയുള്ളി. ചെറിയുള്ളി അരിഞ്ഞ്, അതായത് റൗണ്ടിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വാളംപുളി വേണം. വാളംപുളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടത് മാറ്റി വെക്കണം. ദെൻ അതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി വാടി വരുമ്പോൾ, അതായത് മൊരിയണ്ട ഒരുപാട്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അത് വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മസാല, നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനകത്തോട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, ഉപ്പ് പിന്നീടാണ് ഇടുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളി പിഴിഞ്ഞ് മാറ്റിയിട്ട് വെള്ളം മാത്രം അതിനകത്തോട്ട് ഒഴിക്കണം. ദെൻ അതൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് കൺസിസ്റ്റൻസിലാണ് നിങ്ങൾക്കിത് വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ച് വെള്ളം, അതല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നാണെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദെൻ ആ വെള്ളം തിളച്ച് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. കാരണം പുളിവെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാകം കൂടെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്. നമുക്കിപ്പോൾ ക്യുക്കായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അധികം സമയം ഇല്ല എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കാം. അതല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കറി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വേറെ കറി വേണം, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.